സദഖ നൽകിയാലും സകാത്ത് നൽകിയാലും, ഇനി ഒരാൾക്ക് ഏത് ഉപകാരം ഒരാൾ ചെയ്തതാണെങ്കിലും അതൊക്കെ വിളിച്ചു പറയൽ. ഒരു സാമ്പത്തിക സഹായം ചെയ്തതായിക്കൊള്ളണമെന്നില്ല. ഒരാൾ മറ്റൊരാൾക്ക് വാക്കാലൊരു ഉപകാരം ചെയ്തിട്ട് അയാൾക്ക് റെക്കമെൻഡ് ചെയ്ത് അയാൾക്കൊരു ജോലി കിട്ടി എന്ന് വിചാരിക്കുക, അല്ലെങ്കിൽ ഏതെങ്കിലും റെക്കമെൻഡിലൂടെ ഒരാൾക്ക് ഒരു സ്ഥാപനത്തിലേക്ക് അഡ്മിഷൻ കിട്ടി എന്ന് വിചാരിക്കുക. എന്നിട്ട് പിന്നീട് അയാളെ അതിൻ്റെ പേരിൽ അയാളെ കാണുമ്പോൾ പറയാ, നിന്നെ പഠിപ്പിക്കാൻ റെക്കമെൻഡ് ചെയ്തത് ഞാനാ, നിനക്കതിന് വേണ്ട സംവിധാനങ്ങൾ ഒരുക്കി തന്നത് ഞാനാണ്, അതുപോലെ എൻ്റെ പ്രത്യേകമായ ആനുകൂല്യം നേടിയിട്ട് ആണ് നീ ഒരു ജോലി നിനക്ക് കിട്ടിയത്, ഞാനെന്ത് റെക്കമെൻഡ് പറഞ്ഞിട്ടാണ് നീ ഒരു ജോലിയിൽ കയറിയത്, അതല്ലെങ്കിൽ നീ ചികിത്സിക്കാൻ പണമില്ലാതിരിക്കുന്ന ഒരു കാലത്ത് നിന്റെ ചികിത്സക്ക് വേണ്ട കാര്യങ്ങൾ ചെയ്തത് ഞാനായിരുന്നു. ഇങ്ങനെ ഏതെങ്കിലും വിധത്തിൽ നമ്മൾ ഒരാൾക്ക് കൊടുത്ത സക്കാത്താവട്ടെ, സദഖയാവട്ടെ, റെക്കമെൻഡാവട്ടെ, നമ്മുടെ ഒരു നല്ല ഏതെങ്കിലും വിധത്തിൽ എങ്ങനെയൊക്കെ ഒരാളെ ഹെൽപ്പ് ചെയ്തോ അതൊക്കെയും നമ്മൾ ചെയ്യേണ്ടത് വജ്ഹുള്ള ഉദ്ദേശിച്ചിട്ടാണ്. അതിന് വിപരീതമായി നാം ചെയ്തിട്ടുള്ള ഉപകാരങ്ങളെ വിളിച്ചു പറയലാണ് മന്ന്. അതോടുകൂടി ഏത് ഉപകാരമാണോ ഞാൻ ചെയ്തത് അതിൻ്റെ പ്രതിഫലം നഷ്ടപ്പെടും.